ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബേക്കറി സ്റ്റൈലിലുള്ള ചിക്കൻ റോളാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. വലിയ തരികളോട് കൂടിയ ഈസ്റ്റ് ആണെങ്കിൽ 3/4 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് മാവിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലായതുകൊണ്ടാണ് ഇതേ രീതിയിൽ കാണിക്കുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ ചൂട് കൂടിപ്പോവരുത്, അങ്ങനെയായാൽ ഈസ്റ്റ് പൊങ്ങി വരില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്ക് ഈസ്റ്റ് നന്നായി പൊങ്ങി വരും. വെള്ളത്തിന് പകരം ഇളം ചൂട് പാലും ചേർക്കാവുന്നതാണ്. 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് ആയപ്പോഴേക്കും ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണോ നിങ്ങൾക്കിഷ്ടം അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്നതിന് വേണ്ടി ഇളം ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചപ്പാത്തി കുഴച്ചെടുക്കുന്നതിനേക്കാളും ഒരല്പം ലൂസിന് വേണം കുഴച്ചെടുക്കാൻ. ഒരല്പം സമയമെടുത്ത് നന്നായി തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് മാവ് സോഫ്റ്റായി കിട്ടുന്നത്. അതുപോലെ തന്നെ വെള്ളം ചേർക്കുമ്പോൾ ഇളം ചൂട് വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാനിപ്പോൾ മാവ് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ഡോയാണ്. മാവിന് പുറത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂർ വേണ്ടി വരും. ഇനി ഫില്ലിങ്സ് തയ്യാറാക്കാം. ഇത് ബോൺലെസ് ചിക്കനാണ്. ഇത് മഞ്ഞളും ഉപ്പും ഇട്ട് നന്നായി വേവിച്ചെടുത്ത ചിക്കനാണിത്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇത് മീഡിയം സൈസ് 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് സവാളയാണ് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനായി 3 പച്ചമുളക് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല. എരിവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്താൽ മതി. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈനെസ് ഒന്ന് മാറുന്നതിന് വേണ്ടിയും മസാലകളൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ പിടിക്കുന്നതിന് വേണ്ടിയുമാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി ആദ്യമേ ഇടുന്നതിനേക്കാളും അവസാനം ഇതുപോലെ ഇട്ട് ഇളക്കി കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ മാറ്റി പതിയെ കുഴച്ചെടുക്കാം. ഇനി കുറേശ്ശെ മാവ് മുറിച്ചെടുക്കാം. ഇതൊരു 10 പീസായി ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഒരല്പം മാവ് വിതറിയതിന് ശേഷം ഓരോ ബോളുകളാക്കി എടുത്ത് പരത്തിയെടുത്താൽ മതി. ഒരുപാട് കട്ടി കുറച്ച് പരത്തിയെടുക്കരുത്. അങ്ങനെയായാൽ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകും. ഒരു മീഡിയം കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ച് ഇതുപോലെ മടക്കി റോൾ ചെയ്തെടുത്താൽ മതി. ആദ്യം ഫ്രണ്ടിലോട്ട് മടക്കി കൊടുത്തതിന് ശേഷം 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കണം. ഇതിന് ശേഷം റോൾ ചെയ്തെടുത്താൽ മതി. ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ആ അറ്റ ഭാഗം ഒന്നുകൂടി ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങ് ഒട്ടിക്കോളും. ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഒന്നുകൂടി വീർത്ത് വരും. ആ സമയം കൊണ്ട് ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയെടുക്കാം. ഒരു 4 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. 15 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് ഒന്നുകൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് റോൾ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മുട്ടയല്ല എടുത്തിട്ടുള്ളത്, സാധാരണ റൂം ടെമ്പറേച്ചറുള്ള വെള്ളമാണ്. ഇതിലേക്ക് നന്നായി ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി മുട്ട തന്നെ വേണമെന്നില്ല, ഇതുപോലെ വെള്ളത്തിൽ മുക്കിയെടുത്താലും മതി. നന്നായി തന്നെ ബ്രെഡ് ക്രംസ് ഒട്ടിയിരുന്നോളും. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം വറുത്ത് കോരി എടുക്കണം. ചീനച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഓയിൽ വേണോ ഉപയോഗിക്കാവുന്നതാണ്. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരി എടുക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിലാണ് എണ്ണ ചൂടാക്കേണ്ടത്. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. തിരിച്ചും മറിച്ചും ഇട്ട് വറുത്ത് കോരി എടുത്താൽ മതി. മുഴുവനും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് കാണിക്കാം. ബേക്കറിയിൽ കിട്ടുന്ന അതേ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്നാക്കാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.